ഇന്ന് ഫെബ്രുവരി 10 ദിവാൻ വിശ്വനാഥ് പാടൻകർ മാധവറാവുവിന്റെ ജന്മദിനം. 1904 മുതൽ 1906 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്നു VP മാധവറാവു. 1906 മുതൽ 1909 വരെ മൈസൂർ രാജ്യത്തിന്റെയും 1910 മുതൽ 1913 വരെ ബറോഡയുടെയും ദിവാനായിരുന്നു. മദ്രാസ് പ്രസിഡൻസിയിലെ കുംഭകോണം എന്ന സ്ഥലത്ത് ദക്ഷസ്ഥ ബ്രാഹ്മണൻ എന്ന ജാതിയിൽ 1850 ഫെബ്രുവരി 10 മാധവറാവുവിന്റെ ജനനം. തഞ്ചാവൂർ മറാഠികളായിരുന്നു ഇദ്ദേഹത്തിന്റെ പൂർവികർ. കുംഭകോണം കോളേജിൽ വില്യം ആർച്ച് പോർട്ടറിന്റെ കീഴിലായിരുന്നു വിദ്യാഭ്യാസം. 1869 BA പാസ്സായി. മൈസൂർ നാട്ടുരാജ്യത്തിലെ റോയൽ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് മൈസൂരിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനായി. റവന്യൂ വിഭാഗത്തിലും ജുഡീഷ്യൽ വിഭാഗത്തിലും ജോലി ചെയ്തു. 1898 മുതൽ 1901 വരെ ഇദ്ദേഹം മൈസൂരിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, പ്ലേഗ് കമ്മീഷണർ എന്നീ ജോലികളും വഹിച്ചു. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാവായിരുന്ന കാലത്ത് VP മാധവറാവു തിരുവിതാംകൂർ ദിവാനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുള്ള നിയമനിർമ്മാണ സഭയായ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് മാധവറാവു ദിവാനായിരുന്ന കാലത്താണ്. ആദ്യ യോഗത്തിന്റെ അധ്യക്ഷനും മാധവറാവു ആയിരുന്നു. 1906 മുതൽ 1909 വരെ മൈസൂറിലെ ദിവാനായി മാധവറാവു. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങൾക്ക് നിയമങ്ങൾ പാസാക്കുവാനുള്ള അധികാരം നൽകുന്ന നിയമം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനായി സർക്കാർ സൗജന്യമായി ഭൂമി അനുവദിച്ചതും മാധവറാവു മൈസൂർ ദിവാനായിരുന്നപ്പോഴാണ്. 1910 മുതൽ 1913 വരെ ബറോഡയുടെ ദിവാനായി മാധവറാവു. 1899 കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ദി ഇന്ത്യൻ എംപയർ എന്ന സ്ഥാനവും 1900 കൈസർ ഇ ഹിന്ദ് മെഡലും ലഭിക്കുകയുണ്ടായി. 1934 VP മാധവറാവു അന്തരിച്ചു.